നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും എവിടെ എത്തിയിരിക്കുന്നു? ദൈവത്തിൻ്റെ അരികിലെത്തിയിരിക്കുന്നു. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ്റെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. വിജാതീയരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്ന ഒരു വ്യക്തിത്വം. എന്നാൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യനെ ഈ വേദപുസ്തകത്തിൽ നമ്മളിവിടെ കാണുമ്പോൾ ശതാധിപന്മാർക്കൊക്കെ ക്രൈസ്തവ മതത്തോട് ക്രിസ്തുവിനോട് സ്നേഹമായിരുന്നു. അദ്ദേഹം മറ്റൊരു മതമാണെങ്കിലും യഹൂദ മതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് യഹൂദ മതത്തിൻ്റെ പ്രാർത്ഥനകളെ പിൻപറ്റിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ അരുളപ്പാടുണ്ടാകുന്നത്: കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. പറ്റിയായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പറയുന്ന എന്താ കാര്യങ്ങളാണ്? അവൻ ആരാണ്? ഭക്തനാണ്, സകല ഗൃഹത്തോടും ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ.